നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നെയ്മർ ജൂനിയർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമാണ്. റിപ്പോർട്ട് ഇന്ന് ESPN ബ്രസീലാണ്. വേൾഡ് കപ്പ് കളിക്കണം, തൻ്റെ കരിയറിൽ അവസാന മിഷനായിട്ട് നെയ്മർ ജൂനിയർ കാണുന്നത് ഈ വേൾഡ് കപ്പിനെയാണ്. റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നെയ്മർ കീപ്സ് ടോക്കിംഗ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ വിത്ത് ഹിസ് ടീംമേറ്റ്സ് അറ്റ് സാന്റോസ് അബൌട്ട് ദി പോസിബിലിറ്റി ഓഫ് പ്ലേയിങ് ഇൻ ദി 2026 വേൾഡ് കപ്പ്. 2026 വേൾഡ് കപ്പിൽ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നെയ്മർ ജൂനിയർ സാന്റോസിലെ തൻ്റെ സഹതാരങ്ങളോട് വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ബ്രസീലിയൻ താരം മറ്റൊന്നും സംസാരിക്കുന്നില്ല. ദി ബ്രസീലിയൻ ടോക്സ് അബൌട്ട് നത്തിങ് എൽസ്. മറ്റൊന്നിനെക്കുറിച്ചും നെയ്മർ ഇപ്പോൾ സംസാരിക്കുന്നില്ല. നെയ്മർ ആകെ വാചാലനാവുന്നത് വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമാണ്. അദ്ദേഹം വിശ്വസിക്കുന്നു ഈ വേൾഡ് കപ്പ് തൻ്റെ കരിയറിൽ അവസാന മിഷനാണ് എന്ന്. ഇതാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. നെയ്മർ ജൂനിയർ തന്നെ തുറന്നു പറയുകയുണ്ടായി, ഒരുപക്ഷെ ഈ വർഷാവസാനം താൻ റിട്ടയർ ചെയ്തേക്കാം. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗ്ലോബോയും അതുപോലെ UAL സ്പോർട്ടേയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. സാധ്യതയുണ്ട് നെയ്മർ ഈ വർഷാവസാനം റിട്ടയർ ചെയ്യാൻ. അദ്ദേഹം ഇപ്പോൾ തൻ്റെ കരിയറിലെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായി കാണുന്നത് വേൾഡ് കപ്പിനെയാണ്. അതിനെക്കുറിച്ച് മാത്രമാണ് നെയ്മർ ജൂനിയർ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം ആഗ്രഹത്തോടെ, എത്രത്തോളം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ് ആ വേൾഡ് കപ്പിന് എന്നുള്ളത് സുവ്യക്തമാണ്. പക്ഷേ കാർലോ അഞ്ചലോട്ടി അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം താരത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വന്നിട്ടേ ഉള്ളൂ. ഗെയിം റിതം ഇനിയും തിരികെ പിടിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിന് പോകുമ്പോൾ നെയ്മർ ജൂനിയർ ആഞ്ചലോട്ടി ടീമിലെടുക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഏതായാലും അതിനു മുമ്പ് മാർച്ച് മാസത്തിലെ ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു തകർപ്പൻ പോരാട്ടം വരാനുണ്ട്. ബ്രസീലിന് ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിയുണ്ട്. അതിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്തുമോ? ഇതാ വരും ദിവസങ്ങളിൽ അതിലൊരു വ്യക്തത വരും. ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമോ? നെയ്മർ ഉണ്ടാകുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.